കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് (ഇ ഡി) അന്വേഷണ ഏജൻസി, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി എന്താണെന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മലയാളികൾക്കറിയാം. അതുകൊണ്ട് ഇ ഡി ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾ റെയ്ഡ് നടത്തുമ്പോൾ ജനങ്ങൾ കുറെ കൂടെ കാര്യങ്ങൾ തിരിച്ചറിയും. ഇപ്പം ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? ഇ ഡി എന്ന പ്രസ്ഥാനം, കേന്ദ്ര ഏജൻസി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇ ഡിയുടെ പ്രധാന ഓഫീസായ കൊച്ചിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ എത്രയോ നാളുകളായിട്ട് ഇ ഡി അന്വേഷണങ്ങളൊക്കെ വെറും പ്രഹസനമാണെന്നും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്, ഒരു ടൂൾ മാത്രമാണ് ഇ ഡി എന്നും ഓരോ സംഭവങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പുകിലായിരുന്നു, എന്തൊക്കെ മാപ്രകൾക്ക് വാർത്തകൾ ചോർത്തിക്കൊടുക്കുക, വാർത്തകൾ എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടന്ന ഇ ഡി പരിപാടികൾ, അത് മാപ്രകൾ ഏറ്റെടുത്തത്, കൊച്ചി ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ ലീക്ക് ചെയ്ത് കൊടുക്കുക, നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത്, ഖുറാൻ വഴി സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴം വഴി സ്വർണ്ണക്കടത്ത്, പിന്നെ അവസാനം ബക്കറ്റിൽ സ്വർണം കൊണ്ടുപോകുന്നു, ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുപോകുന്നു. എന്തൊക്കെയായിരുന്നു പുകില്? ഏതെങ്കിലും ഒരു തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ ഇ ഡിക്ക് സാധിച്ചോ? കോടതി എല്ലാം കൂടെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു, ഒരു തെളിവും ഹാജരാക്കാനില്ല. പിന്നെ പ്രതിയാക്കപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് മൊഴിയെടുപ്പിക്കാൻ നോക്കി, പലരെയും കൊണ്ട്. ചിലർ അതിന് കൂട്ടുനിന്ന് കൊടുത്തു, സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർ. ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ അങ്ങനെ വ്യാജമൊഴി കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കിടന്നു. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്ത് ഉണ്ട്. എന്നിട്ട് ഇ ഡി എന്ത് തെളിയിച്ചു? ഇത്രയും കാലമായിട്ട്, കഴിഞ്ഞ 3-4 വർഷമായിട്ട് പിണറായി രണ്ടാം സർക്കാരിൻ്റെ അഴിമതികളെ കുറിച്ചൊക്കെ ഇ ഡി വളരെ വലിയ അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ പറ്റി? ഇപ്പം വാദിയെ പ്രതി പിടിച്ച പോലായിപ്പോയി. ഇപ്പം എന്താണ് സംഭവം? ഈ അന്വേഷണ ഏജൻസിയുടെ കൊച്ചിയിലെ അമരക്കാരനായ ആളെയാണ് ഇപ്പം അഴിമതി കേസിൽ പ്രതിപട്ടികയിലേക്ക് നീക്കപ്പെട്ടിരിക്കുന്നത്, ശേഖർ കുമാറിനെ, കൊച്ചിയിൽ. ഇനി ശേഖർ കുമാറിനെ ശരിക്കും ചോദ്യം ചെയ്താൽ ഓരോന്നും പുറത്തു വരും. ശേഖർ കുമാർ ഇത് മുന്നിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ്, ഇതിന് പിന്നിൽ വേറെ പല ഉദ്യോഗസ്ഥരും ഉണ്ടാവും. ഇ ഡിയുടെ ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച്, വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അതൊക്കെ കൊണ്ട് കോടതി കൊടുത്തിട്ട് കോടതി അത് തള്ളി ചവറ്റുകൊട്ടയിൽ ഇട്ടതിനെക്കുറിച്ച്, ഇതിനകത്തൊക്കെ ആരൊക്കെ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. അതായത് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇ ഡി എന്ന് പറയുന്ന ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഈ ഏജൻസിയെ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം. ഡൽഹിയിലെ കേസുകൾ നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള AAP നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ, വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്ന കേസുകൾ. അതുപോലെ കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടന്ന നീക്കങ്ങൾ, ഇ ഡി നീക്കങ്ങൾ. അവസാനം ഒരു തുമ്പും ഒന്നും പിടിക്കാൻ പറ്റാതെ ഒക്കെ അവസാനിച്ച മട്ടിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്നവരെ അഴിമതി കേസിൽ പിടിക്കപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇ ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇ ഡി അന്വേഷണം എന്തൊക്കെയായിരുന്നു? എവിടൊക്കെ അന്വേഷിച്ചു? കേരളത്തിൽ എവിടൊക്കെ? മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കർണാടകയിൽ, ഡൽഹിയിൽ, അതുപോലെ പല സംസ്ഥാനങ്ങളിലും. അവസാനം സുപ്രീം കോടതി പറഞ്ഞല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇ ഡിയോട് ചോദിച്ചല്ലോ, ഇ ഡിയുടെ വക്കീലിനോട് ചോദിച്ചല്ലോ കോടതി. നിങ്ങൾ ചാർജ് ചെയ്യുന്ന കേസുകളിൽ 99% തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് തെളിവുകളില്ല. ആകെ 1-2% കേസുകളിൽ മാത്രമാണ് കൃത്യമായ അഴിമതി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ബാക്കി 98-9% കേസുകളും രാഷ്ട്രീയ പ്രതിയോഗികളായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നിങ്ങൾ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കേസുകളാണ്. അതുകൊണ്ട് ഇ ഡിയെ നിലയ്ക്ക് നിർത്തണം എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ ഒരു ഗുണം ഇതുകൊണ്ടുണ്ടായി. ഇനി ഇ ഡി ഏത് കേസെടുത്താലും കേരളത്തിലെ സർക്കാരിലെ
ഉദ്യോഗസ്ഥർക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ആർക്കെതിരെയും ഏത് കേസ് ഇ ഡി എടുത്താലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇ ഡി എന്ന് പറയുന്നത് വെറും ഒരു തട്ടിപ്പാണെന്ന്. കേന്ദ്ര സർക്കാരിന്റെ വെറും ചട്ടുകം മാത്രമാണ് ഇ ഡി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് കേസും എടുത്തോളൂ, എടുത്തതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റിന്, ഇവിടുത്തെ സർക്കാരിന് ബോണസായിട്ട് മാറും. കാരണം ഇ ഡിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത്? CBIക്കെതിരെയും പലപ്പോഴും ഇത്തരം കാര്യങ്ങളുണ്ട്. പല കേസുകൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള, പിണറായി വിജയൻ എന്ന വ്യക്തിക്കെതിരെയുള്ള, അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കെ ചാർത്തിയ ലാവ്ലിൻ കേസിൽ എത്ര തവണ കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടു തെളിവുകൾ ഹാജരാക്കാത്തതിനാൽ. CBIക്ക് തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ എത്ര തവണയാണ് കേസുകൾ മാറ്റിവെക്കാൻ CBIയുടെ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടത്? സുപ്രീം കോടതിയിൽ ഡസൻ കണക്കിന് സമയം ആവശ്യപ്പെട്ടല്ലോ. അവസാനം കോടതി പറഞ്ഞ് തെളിവ് ഹാജരാക്ക്, ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയാണെന്നുള്ളതിന്റെ തെളിവ് ഹാജരാക്കാൻ പറ്റുന്നില്ലല്ലോ CBIക്ക്. അപ്പൊ ഇ ഡി പോലെ മറ്റൊന്നാണ് CBI. ലാവ്ലിൻ കേസ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എടുത്തു പറയുന്നത്. അപ്പൊ കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ പ്രതിയോഗികളെ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പാർട്ടി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രതിയോഗികളെ, ഭരണത്തിലിരിക്കുന്നവരെ കൊടുക്കാൻ വേണ്ടി കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വ്യക്തമായ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇ ഡിക്കോ CBIക്കോ കസ്റ്റംസിനോ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പൊ പറയാ, അയ്യോ അത് പിണറായി വിജയൻ സർക്കാരിന് കേന്ദ്രത്തിൽ സ്വാധീനമുണ്ട്. കേന്ദ്രത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ ഈ കേസുകളെല്ലാം എടുക്കണോ? ഈ കേസുകളെല്ലാം ഉണ്ടാക്കണോ? അപ്പൊ അതല്ലല്ലോ വിഷയം. തെളിവുകളില്ലാത്ത കേസുകൾ നിലനിൽക്കത്തില്ല. അത് ഇ ഡി ആയാലും KD ആയാലും CBI ആയാലും കസ്റ്റംസ് ആയാലും എന്തായാലും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം കേസ് എടുത്തവൻ തന്നെ കേസിൽ പ്രതിയാകുക. ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ, കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാർ ഉൾപ്പെടെയുള്ളവർ തന്നെ അഴിമതി കേസിൽ പ്രതിയാക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ ഏജൻസിയെ പിരിച്ചുവിടണ്ടേ? എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസി? രാഷ്ട്രീയ പ്രതികളെ ദ്രോഹിക്കാൻ ഇങ്ങനെ ഒരു ഏജൻസി എന്തിനാണ്? ഇവർ നിയമപരമായിട്ട്, സത്യസന്ധമായിട്ട്, അന്വേഷണാത്മകമായിട്ട് തെളിയിച്ച എത്ര കേസുകളുണ്ട് ഇ ഡി? ഇതൊന്നും ഇല്ലാതെ ചില വകുപ്പുകൾ വെച്ചിട്ട് പിടിച്ച് ജയിലിൽ അടയ്ക്കുക. നിയമം, പാർലമെന്റ് പാസ്സാക്കിയ നിയമം പറയുന്നത് കൊണ്ട് തെളിവില്ലെങ്കിലും കോടതി റിമാൻഡ് ചെയ്തിട്ട് ഒരാൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരിക, രാഷ്ട്രീയ പ്രതിയോഗികളെ. അതല്ലേ ഇ ഡി കേസിൽ എത്രയോ കേസുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇ ഡി കേസുകളിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. അപ്പൊ ഇതിനൊരു അറുതി വേണം. ഇ ഡിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമാണ്. അവിടെ നടക്കുന്ന അഴിമതികളെക്കുറിച്ച്, ഒരു അന്വേഷണ ഏജൻസിക്കകത്ത് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അതിന് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ തയ്യാറാകുമോ? ഇ ഡി എന്ന അന്വേഷണ ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഓരോ സംസ്ഥാനത്തുമുള്ള ഓഫീസുകളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ? എവിടെ തയ്യാറാകും? ഇതിൽ ഇനി കോടതി ഇടപെടേണ്ടി വരും, സുപ്രീം കോടതി വരെ ഇടപെടേണ്ടി വരും. ഇ ഡി ഓഫീസുകളിലെ സർവ്വ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കേണ്ടി വരും. ഇ ഡി ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അതിന് സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടി വരുമെന്നാണ്. അല്ലെ, സുപ്രീം കോടതിയിൽ ആരെങ്കിലും ഹർജി കൊടുത്തിട്ട് ഇതിനകത്തൊരു വിശദമായ നീതിന്യായ സംവിധാനത്തിലുള്ള ഒരു പ്രക്രിയ ഇതിൻ്റെ അകത്ത് വന്നില്ലെങ്കിൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അല്ലാതെ കേന്ദ്ര സർക്കാരൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. കാരണം കേന്ദ്രത്തിന്റെ വെറും ചട്ടുക മാത്രമാണ് ഇ ഡി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കോടതി ഇടപെട്ടിട്ട് ഇതിനകത്ത് നടപടികൾ ഉണ്ടാവണം. ഈ ഒരു കേസ് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്, കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച്. അതുപോലെ കൂടുതൽ അന്വേഷണങ്ങൾ ഇതിനകത്ത് ആവശ്യമാണ്.